സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ നഷ്ടപ്പെടുന്നത് മാർക്കറ്റ് കാരണമാണോ? ഒരിക്കലുമല്ല. ആളുകൾ ചെയ്യുന്ന 3 മിസ്റ്റേക്ക് കൊണ്ടാണ്. ഏതൊക്കെയാണ് ആ 3 മിസ്റ്റേക്ക് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ മിസ്റ്റേക്ക്, നോളജ് ഇല്ലാതെ സ്റ്റോക്ക് വാങ്ങുന്നു. ഏതോ സ്റ്റോക്ക് എന്തിനോ വേണ്ടി വാങ്ങുന്ന പോലെ ആ കമ്പനി എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, കമ്പനി എന്ത് പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ എന്ത് സർവീസ് ആണ് ആ കമ്പനി കൊടുക്കുന്നത്, ഇതൊന്നും അറിയാതെ വെറുതെ പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് പൈസ കളയുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. രണ്ടാമത്തെ മിസ്റ്റേക്ക്, സ്റ്റോപ്പ് ലോസ് വെക്കാതിരിക്കുക. ഇവിടെ എന്താണ് പ്രശ്നം? ചെറിയ ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ മടിയുള്ളവരാണ് വലിയ വലിയ നഷ്ടങ്ങളിലേക്ക് പോകുന്നത്. മൂന്നാമത്തെ മിസ്റ്റേക്ക്, ഇമോഷൻസ് വെച്ച് ട്രേഡ് ചെയ്യുക. ലോസ് വരുമ്പോൾ ഇനി അതെങ്ങാനും കൂടിയാലോ എന്നോർത്ത് ലോസ് ഹോൾഡ് ചെയ്ത് വലിയ വലിയ നഷ്ടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവർ. അതുപോലെ തന്നെ പ്രോഫിറ്റ് വരുമ്പോഴോ ഉള്ള ലാഭം നഷ്ടപ്പെടാതെ പെട്ടെന്ന് അതിൽ നിന്ന് എക്സിറ്റ് ആകാമെന്നോർത്ത് അതിൽ നിന്ന് എക്സിറ്റ് ആകുന്നവർ. ഇതൊക്കെയല്ലേ ശരിക്കും നമ്മളും ചെയ്യുന്ന മിസ്റ്റേക്സ്. ഈ മിസ്റ്റേക്സ് എല്ലാം മാറ്റുവാൻ എന്ത് വേണം? ഡിസിപ്ലിൻഡ് ആയിരിക്കണം, റിസ്ക് മാനേജ് ചെയ്യണം, അതുപോലെ തന്നെ കോൺഫിഡന്റ് ആയിരിക്കണം, നല്ല നോളജ് വേണം. അതിന് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കുക തന്നെ വേണം. ഇതുപോലെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് കൺസെപ്റ്റ്സ് ഈസിയായി മനസ്സിലാക്കുവാൻ ഫയർഫ്ലൈ ഫിനാൻഷ്യൽ അക്കാഡമിയെ ഇന്ന് തന്നെ ഫോളോ ചെയ്യും.